എല്ലാവർക്കും സ്വാഗതം. ഞാനങ്ങനെ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഫസ്റ്റ് ക്ലാസ് സ്കൗട്ട് എന്ന് പറഞ്ഞ ഒരു ഗ്രേഡിലേക്ക് എത്താനുള്ള ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തു. പക്ഷേ ഫസ്റ്റ് ക്ലാസ് സ്കൗട്ടിൻ്റെ ഒരു പരിപാടി എന്തോ ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പം സാറ് പറഞ്ഞു, രാമകൃഷ്ണപിള്ള സാറ് പറഞ്ഞു, അതിന് നീ പോകണ്ട, നീ ഒരു വിധം പഠിക്കുന്ന കുട്ടിയാണല്ലോ, അതിനൊക്കെ പോയി വരുമ്പോഴത്തേക്ക് ചിലപ്പം പഠനം ഉഴപ്പിപ്പോവും എന്ന് പറഞ്ഞ് ഫസ്റ്റ് ക്ലാസ് സ്കൗട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയതുകൊണ്ട് എൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ട്. എങ്കിലും ആ കൊല്ലം എന്തോ കാരണം കൊണ്ട് ആ ക്യാമ്പിന് ഞാൻ പോയില്ല. അങ്ങനെ സ്കൗട്ട് ക്യാമ്പുകളൊക്കെ അവിടെ അവസാനിച്ച കാലഘട്ടത്തിൽ സ്കൂളിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഇത്. എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടികൾ പോലും ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ടാകില്ലാത്തതുകൊണ്ട് അതിനെ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുകയാണ്. ഞങ്ങളുടെ സ്കൂളിൽ കുര്യൻ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. സാറ് അല്പം രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് ഒന്നും സ്കൂളിൽ വരുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും സാർ വരുന്ന ദിവസം ഞങ്ങളെ ബയോളജി പഠിപ്പിച്ചുകൊണ്ടിരുന്ന 10ാം ക്ലാസ്സിൽ അദ്ദേഹം പഠിപ്പിച്ച ബയോളജി ക്ലാസ്സുകൾ ഇപ്പോഴും ഞാൻ കൃത്യമായിട്ട് ഓർത്തിരിപ്പുണ്ട്. അത്രയും നന്നായിട്ട് ഒരു കാര്യം ഞാൻ പഠിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പരിണാമ സിദ്ധാന്തം, ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അദ്ദേഹം പഠിപ്പിച്ചത് ഇന്നും ഞാൻ പഠിച്ചതിൽ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചാച്ചന് ഈ ഇത്തിരി രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. സാറ് കോൺഗ്രസിൻ്റെ ആളും എൻ്റെ ചാച്ചൻ കേരള കോൺഗ്രസിൻ്റെ ആളുമൊക്കെ ആയതുകൊണ്ട് ഇവർ പുറത്ത് നല്ല പരിചയക്കാരാണ്. അപ്പോൾ ഈ തടിക്കച്ചവടം ഉള്ളതുകൊണ്ട് സാർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തൻ്റെ ചാച്ചന് തടിക്കച്ചവടമൊക്കെ ഇല്ല, ആ വണ്ടി കണ്ണൂരിൽ നിന്ന് തൊലപ്പറമ്പിൽ നിന്നൊക്കെ വരുമ്പം കുറച്ച് കച്ചി കൊണ്ടുവന്ന് തരാൻ പറയണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് ചാച്ചനോട് പറഞ്ഞു. ആ ചാച്ചൻ പറഞ്ഞ്, നീ പറഞ്ഞേക്കാം, സാറിനോട് പറഞ്ഞേക്കാൻ പറഞ്ഞു, കൊണ്ടിരുന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ലോറി വന്നു. സാർ താമസിക്കുന്ന ഒറ്റത്തെ ഭാഗത്തെങ്ങാണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി കച്ചി കൊടുത്തു. അങ്ങനെ പിന്നീട് പല സാറുമാരും, കുട്ടികൾക്ക് ഓർമ്മയുണ്ട്, ആയിപ്പ് സാറ്, ഇങ്ങനെ പലരും കച്ചി കൊണ്ടുവരാൻ പറയുന്നു, കൊണ്ടുവരുന്നു. അതൊക്കെ ഇടപാടുകളൊക്കെ അവിടെ തമ്മിലാണ്. പക്ഷേ സാറുമാർ എന്നോടാണ് ഇതൊക്കെ പറയുക, നീ ചാച്ചനോട് പറഞ്ഞേക്കണം, അവരിലോട് കച്ചി കൊണ്ടുതരാൻ പറയാൻ പറയും. ഞാൻ പറയും, ലോറി തടിയെടുക്കാൻ വരുമ്പോൾ കാലിയായിട്ടാണല്ലോ വരുന്നത്, ഈ കച്ചി കൊണ്ടുപോയി കൊടുക്കും. അതിന് ചെറിയ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ അവർ നടത്തിക്കൊള്ളും. അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങളുടെ സ്കൂളിലെ ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞു, നീ ചാച്ചനോട് പറയണം, എനിക്ക് കുറച്ച് കച്ചി കൊണ്ടുതരാൻ പറയണമെന്ന് പറഞ്ഞു. ഞാൻ യാദൃശ്ചികമായിട്ടെന്ന് പറഞ്ഞ സാറിനോട് ഞാൻ പറഞ്ഞു, കാശ് തരണം കേട്ടോ സാറേ എന്ന് പറഞ്ഞു. നീ കച്ചവടത്തിനാണോ അതോ പഠിക്കാനാണോ സ്കൂളിൽ വരുന്നത് അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. പിന്നീട് അതിൻ്റെ ഒരു പരിണത ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു ദിവസം അദ്ദേഹം സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളതാണ്. ആ കഥകൾ അടുത്തതിൽ പറയാം.